ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് ഒരു ക്ലിയർ സ്കിൻ കൊണ്ടുവരാം അല്ലേ. കാരണം നമുക്ക് എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ ഫേസ് എപ്പോഴും ക്ലിയർ ആയിട്ടിരിക്കണം എന്നുള്ളതും. ഈ ബ്ലാക്ക് ഹെഡ്സൊക്കെ വന്ന് അടിഞ്ഞുകൂടിയാൽ തന്നെ നമുക്ക് ഒരുമാതിരി കോൺഫിഡൻസ് കുറവാണ്, വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് നമുക്ക് പല രീതിയിലുള്ള ഹോം കെയറിലൂടെയൊക്കെ നമ്മൾ മാറ്റാൻ ട്രൈ ചെയ്യാറുണ്ടെങ്കിലും പക്ഷേ നമുക്ക് ശരിക്കും നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സൊക്കെ വന്ന് അടിഞ്ഞുകൂടുന്നത്, അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനെ കറക്റ്റായിട്ട് കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അങ്ങോട്ട് വരത്തില്ല. എപ്പോഴും നമ്മൾ വരാതിരിക്കാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒരുപാട് കറക്റ്റായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നമുക്ക് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം. വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് നമുക്ക് കൂടുതലും കണ്ടുവരുന്നതെന്ന് വെച്ചാൽ, ആദ്യം പറയുകയാണെങ്കിൽ നമ്മുടെ നോസിൻ്റെ ഈ ഒരു ഏരിയയിലായിരിക്കും ബ്ലാക്ക് ഹെഡ്സ് കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത്. ആ ഒരു ഏരിയയിൽ എന്തുകൊണ്ടാണ് കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് വെച്ചാൽ, നമുക്ക് എപ്പോഴും സെബം പ്രൊഡക്ഷൻ കൂടുതലും നമ്മളുടെ നോസിൻ്റെ ഈ ഒരു ഏരിയയിലാണ് കൂടുതൽ നമുക്ക് കാണപ്പെടുന്നത്. നമ്മളുടെ ഒരു ഫേസിൻ്റെ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു ടി സോൺ ഏരിയ ആയിട്ടും നമ്മളുടെ ഫേഷ്യൽ ഭാഗം ഇതൊരു സി സോൺ ഏരിയ ആയിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ ഒരു സി സോൺ ഏരിയ എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാരിലും ഒരു നോർമൽ ടു ഡ്രൈ ആയിരിക്കും. അതേ സമയത്ത് ഈ ഒരു ടി സോൺ ഏരിയ എന്ന് പറയുന്നത് ഒരു ഓയിലി ആയിരിക്കും. ഇതാണ് നമ്മളുടെ ഫേസിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിലായിരിക്കണം നമുക്ക് കൂടുതലും ഓയിൽ, അതായത് സെബം നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ വരുന്നത്. ആ ഒരു ഏരിയ ചില ആൾക്കാർക്ക് ഓയിലി സ്കിന്നുകാരാണെങ്കിൽ, ഒരുപാട് ഓപ്പൺ പോർട്സ് ഉള്ളവർ ഓയിലി സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ബ്ലാക്ക് ഹെഡ്സ് വന്ന് അടിഞ്ഞുകൂടി കിടക്കാൻ ഒരുപാട് ഇതുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ ഓപ്പൺ പോർട്സ് ആകുമ്പോൾ ഓപ്പണായി കിടക്കുന്ന സമയത്ത് ഈ എണ്ണമയവും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ള പൊടികളെല്ലാം തന്നെ ഇതിനകത്ത് കയറുകയും അത് നമുക്ക് എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ട് അത് ഒരു ഡെഡ് സെൽസ് ആയിട്ട് മാറുകയൊക്കെ ചെയ്യും. അപ്പോൾ അതാണ് നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് വരാതിരിക്കാൻ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യാം എന്നുള്ളത് ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം തന്നെ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുവാണ്. കാരണം എപ്പോഴും വരാതിരിക്കാൻ അല്ലെങ്കിൽ എന്തുകൊണ്ട് വന്നു അത് കറക്റ്റ് മനസ്സിലാക്കുക കേട്ടോ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മളൊരു പെട്ടെന്നൊരു പ്രശ്നം വന്നു, അതിന് എന്ത് ചെയ്യണം, ഓക്കെ ഇന്ന പാക്ക് ഇട്ടിട്ട് നമ്മളത് റിമൂവ് ചെയ്യുക, ഇങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. എനിക്ക് എന്തിനാണ് അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് കുറയ്ക്കാൻ പറ്റും. നമ്മൾ ആദ്യം മനസ്സിലാക്കുക നമ്മളുടെ സ്കിൻ ടൈപ്പ് എന്താണ്, ഓയിലി ആണോ, ഡ്രൈ ആണോ, നോർമലാണോ, കോമ്പിനേഷനാണോ എന്നുള്ളത് ആദ്യം നമ്മൾ സ്വയം തിരിച്ചറിയണം. അപ്പോൾ സ്കിൻ ടൈപ്പ് തിരിച്ചറിയാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സ്കിൻ ടൈപ്പ് തിരിച്ചറിയാനായിട്ട് നമുക്കറിയാം നമ്മളുടെ ഫേസ് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ഇട്ടാലും ഭയങ്കര റഫായിട്ടിരിക്കും, ഒന്നും തന്നെ പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യില്ല. അങ്ങനെ വരുന്ന ഒരു സ്കിൻ ടൈപ്പിനെ നമ്മൾ പറയും ഡ്രൈ സ്കിൻ എന്ന് പറയും. അങ്ങനെ നിങ്ങൾ പെട്ടെന്ന് ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞു തരുവാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സ്കിൻ നമുക്ക് എന്തിട്ടാലും ഒന്നും കാണുന്നില്ല എന്ന് പറയില്ല, ഭയങ്കര റഫായിട്ടിരിക്കണോ എന്ന് ഡ്രൈ സ്കിന്നുകാർക്ക് അറിയാം അവരുടെ സ്കിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു ഡ്രൈ സ്കിന്നായിട്ട് നോക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ സെബം പ്രൊഡക്ഷൻ, അതായത് ഇപ്പോൾ ഡ്രൈ സ്കിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് പോലും മോയ്സ്ചർ ഇല്ലാത്തത് അല്ലെങ്കിൽ സെബം ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ മോയ്സ്ചർ വളരെ കുറവാണ്, ഉൽപ്പാദനം തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രൊഡക്ഷൻ തന്നെ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ സ്കിൻ നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈ ആയിരിക്കും. അതുപോലെ ഓയിലി സ്കിൻ ആണെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ സെബം പ്രൊഡക്ഷൻ നമ്മൾ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ സ്കിൻ എപ്പോഴും ഡൾ ആൻഡ് ഡസ്റ്റി ആയിരിക്കും, കൂടുതൽ ഡള്ളിലേക്ക് പോവുക ഒരുപാട് ഓയിലി ആകുമ്പോൾ. കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മളെ ഫേസിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു ഹെയറിലൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇച്ചിരി ഓയിലൊക്കെ അപ്ലൈ ചെയ്തിരുന്നിട്ട് വാഷ് ചെയ്യാനായിട്ടൊക്കെ ഇരിക്കുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ ഫേസിലേക്കൊക്കെ ഇറങ്ങി വരും, ഫേസൊക്കെ പെട്ടെന്ന് ഡള്ളായി പോകില്ലേ. അപ്പോൾ അത് നമുക്ക് ശരിക്കും നമ്മളുടെ ശരീരത്തിൽ ഈ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമ്മളുടെ സ്കിന്നിലേക്ക് എപ്പോഴും നമ്മൾ ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ സ്കിൻ ഡള്ളായി പോകും. അതുകൊണ്ട് തന്നെ സ്കിൻ ഡസ്കിയിലേക്ക് പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ കാണപ്പെടും. ഒന്ന് ടി സോൺ ഏരിയ, ദെൻ സി സോൺ ഏരിയ. ടി സോൺ ഏരിയ
മിക്കപ്പോഴും ഓയിലിയും അതുപോലെ തന്നെ സീസോൺ ഏരിയ ഒരു നോർമൽ ടു ഡ്രൈ സ്കിന്നും ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന സ്കിന്ന് നമ്മൾ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയും. ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുവാണ് കേട്ടോ, അത് അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്കൊരു സെൻസിറ്റീവ് സ്കിന്നിൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട സെൻസിറ്റീവ് എന്നുള്ളത് സ്കിന്നിൻ്റെ ഒരു നേച്ചർ മാത്രമാണ്, അതൊരിക്കലും സ്കിൻ ടൈപ്പിൽ വരത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ചില ആൾക്കാർ എൻ്റെ സ്കിൻ ടൈപ്പ് ഭയങ്കര സെൻസിറ്റീവ്, അത് സ്കിൻ ടൈപ്പ് അല്ല, സ്കിൻ്റെ ഒരു നേച്ചറാണ്. അത് നമുക്ക് ഓയിലിലും ഡ്രൈയിലൊക്കെ നമുക്ക് കാണപ്പെടും കേട്ടോ. അപ്പോൾ അതൊരു സ്കിൻ ടൈപ്പ് അല്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പിന്നെ നമുക്ക് കാണുന്നത് നോർമൽ സ്കിന്നാണ്. നോർമൽ സ്കിൻ എന്ന് പറയുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ സെബവും ഇല്ല, എന്നാൽ ഒരുപാട് ഡ്രൈനെസ്സും ഇല്ല, രണ്ടും 100% ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്ന സ്കിന്നിനെയാണ് നമ്മൾ നോർമൽ സ്കിൻ എന്ന് പറയുന്നത്. ഞാൻ ഇത്രയും ക്ലാസ് എടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഈ ഒരു പ്രശ്നം വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് വന്നു എന്നറിയാനാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ആദ്യം നമ്മൾ സ്കിന്നെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ കറക്റ്റായിട്ട് റൊട്ടീനാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് വരില്ല. ഇപ്പോൾ നമ്മൾ സ്കിൻ ഓയിലിയാണ്, ഓപ്പൺ പോർസ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് കൂടുതലായിരിക്കും. നോർമൽ സ്കിന്നിനേക്കാളും ഡ്രൈ സ്കിന്നുകാർക്ക് ഭയങ്കര കുറവായിരിക്കും, അതിനേക്കാളും കൂടുതലായിരിക്കും ഓയിലി ആൻഡ് ഓപ്പൺ പോർസ് ഉള്ളവർക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസർ വെച്ചിട്ട് എപ്പോഴും കറക്റ്റായിട്ട് ക്ലെൻസ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാം തന്നെ വാട്ടർ ആൻഡ് ജെൽ ബേസ്ഡ് ആയിരിക്കണം. ഒരു കാരണവശാലും ഓയിലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളോ ക്രീം ബേസ്ഡിലുള്ള പ്രൊഡക്റ്റുകളോ നമ്മൾ എടുക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓയിൽ ബേസ്ഡ് ആൻഡ് ക്രീം ബേസ്ഡ് ഇത് രണ്ടും നമുക്ക് ഉണ്ടാവരുത് കേട്ടോ. എപ്പോഴും നമ്മൾ വാട്ടർ ബേസ്ഡ് ആൻഡ് ജെൽ ബേസ്ഡ് ആയിരിക്കണം. അത് നമ്മൾ എടുക്കുന്ന ക്ലെൻസർ ആണെങ്കിലും ശരി, സ്ക്രബ് ആണെങ്കിലും ശരി, ഈവൻ മോയ്സ്ചറൈസർ ആണെങ്കിലും ശരി, സൺസ്ക്രീൻ ആണെങ്കിലും ശരി, എല്ലാം തന്നെ വാട്ടർ ബേസ്ഡ് ആയിരിക്കണം. കാരണം ഓൾറെഡി ഓയിൽ ഇടാം, അപ്പോൾ നമ്മൾ അതിനകത്ത് വീണ്ടും നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വീണ്ടും കൂടത്തേ ഉള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും ക്ലെൻസ് ചെയ്യുക, മോർണിംഗ് ആൻഡ് ഈവനിങ്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ രാവിലെയും വൈകിട്ടും നിർബന്ധമായിട്ട് ക്ലെൻസ് ചെയ്യണം. ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് ഈ നോസ് ഏരിയ എല്ലാം നല്ലപോലെ ഫോക്കസ് ചെയ്ത് ക്ലെൻസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഡെയിലി വൈസിൽ നമ്മൾ അവിടെ ഒരു സെബം നിൽക്കാനുള്ള ഒരു ചാൻസ് നമ്മൾ കൊടുക്കാതെ എപ്പോഴും ക്ലീൻ ആയിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് വരത്തില്ല. എപ്പോൾ നമ്മൾ ക്ലീൻ അല്ല, നമ്മൾ ചിലപ്പോൾ ഭയങ്കര സ്വെറ്റായിട്ടൊക്കെ ഇരിക്കും, നമുക്ക് പറ്റില്ലല്ലോ. ചിലപ്പോൾ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഭയങ്കര സ്കിൻ ഓയിലിയും കൂടി ആണെന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ നിന്ന് നമുക്ക് ഈ പൊല്യൂഷനും ഈ ഡേർട്സ് എല്ലാം തന്നെ നമ്മളെ സ്കിന്നിലേക്കൊക്കെ പെട്ടെന്ന് തന്നെ കയറും. ഓയിലി സ്കിന്നുകാർക്ക് പെട്ടെന്ന് തന്നെ. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കൊന്ന് വാഷ് ചെയ്യാനോ ഒന്ന് റിഫ്രഷ് ചെയ്യാനോ ഒന്നും നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വൈകിട്ട് വീട്ടിൽ വന്നതിന് ശേഷം നല്ലതുപോലെ ക്ലെൻസ് ചെയ്യുക. വാട്ടർ ബേസ്ഡ് ആയിട്ട് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ കൊണ്ട് നന്നായിട്ട് നോസൊക്കെ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്ത് കളയണം. അതുപോലെ തന്നെ കറക്റ്റായിട്ട് സ്കിന്നെ മോയ്സ്ചർ ചെയ്ത് സൂക്ഷിക്കുകയും വേണം. അതും വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ തന്നെ ഉപയോഗിക്കണം. അതുപോലെ തന്നെ നമുക്ക് നൈറ്റ് കെയറിലാണെങ്കിലും ശരി, അത് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു റൊട്ടീൻ ഫോളോ ചെയ്യുക. ആഴ്ചയിൽ 2 പ്രാവശ്യം നിങ്ങൾക്ക് ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്രബ് വെച്ചിട്ട് സ്ക്രബ് ചെയ്യാവുന്നതാണ്. സ്ക്രബ് ചെയ്യുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ സ്റ്റീം കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. നിർബന്ധമായിട്ട് സ്റ്റീം കൊടുത്തിരിക്കണം. കാരണം സ്റ്റീം കൊടുക്കുമ്പോൾ നമ്മളുടെ പോഴ്സ് എല്ലാം തന്നെ ഒന്നുകൂടി ഓപ്പൺ ആവുകയും അതിനകത്തുള്ള ഡെഡ് സെൽസിനെ നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. റിമൂവ് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒന്ന് സ്റ്റീം കൊടുക്കുക, അതിനുശേഷം നമ്മൾ സ്ക്രബ് വെച്ച് ഒന്ന് സ്ക്രബ് ചെയ്യുക. വാട്ടർ ആൻഡ് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്രബ് വെച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. വീണ്ടും ക്രീമി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വെച്ച് ചെയ്യരുത്. അപ്പോൾ ഒന്നുകൂടെ അത് നമ്മളെ സ്കിൻ ഓയിൽ പോലെ ഫീൽ ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ഈ നോസ് ഏരിയ നമ്മൾ സ്റ്റീം കൊടുത്തതിന് ശേഷം ഈ നോസ് ഏരിയ എല്ലാം ഫോക്കസ് ചെയ്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. ലിപ്പിൻ്റെ ചുറ്റും എല്ലാം തന്നെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കളയുക. അതിനുശേഷം നമ്മൾ സ്ക്രബ് ചെയ്തിട്ട് എപ്പോഴും ഒന്ന് ടോൺ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് പോർട്സ്. അപ്പോൾ അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ ക്ലോസ് ചെയ്യണം. പല ആൾക്കാർക്ക് തെറ്റുപറ്റുന്നത് വെച്ചാൽ സ്ക്രബൊക്കെ ചെയ്യും. പല ഹോം കെയറിൽ തന്നെ നമ്മൾ പല രീതിയിലുള്ള ഹോം കെയർ പ്രൊഡക്റ്റും ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ സ്ക്രബ് ചെയ്യാറുണ്ടെങ്കിലും ആ സ്ക്രബ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് നമ്മൾ ആ പോർട്സ് നമ്മൾ ക്ലോസ് ചെയ്യാറില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഒരു ടോണർ യൂസ് ചെയ്തിട്ട് നമ്മളത് പ്രോപ്പറായിട്ട് അത് ക്ലോസ് ചെയ്യണം. അതിനാണ് നമ്മൾ ടോണർ എടുക്കുന്നത് കേട്ടോ. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ടോണർ കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഒരു മോയ്സ്ചറൈസർ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് വിടണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കെയർ ചെയ്ത് പോകാൻ നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് ഈ ബ്ലാക്ക് ഹെഡ്സിൻ്റെ വൈറ്റ് ഹെഡ്സിൻ്റെ പ്രോബ്ലം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവില്ല. പ്ലസ് നമ്മുടെ സ്കിൻ നല്ല ക്ലിയർ ആയിരിക്കും. ഓയിലി സ്കിന്നുകാർക്ക്, എസ്പെഷ്യലി ഓയിലി സ്കിന്നുകാർക്ക് സ്കിൻ എപ്പോഴും ബ്രൈറ്റാക്കി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല ഒരു റിസൾട്ട് ഉണ്ടാവും കേട്ടോ. വീക്ക്ലി വൺസ് നിങ്ങൾ എന്തായാലും സ്റ്റീം കൊടുക്കുക. ആഴ്ചയിൽ നമുക്ക് 2 പ്രാവശ്യം നിങ്ങൾ സ്ക്രബ് ചെയ്യുക. അതും ഈ ഒരു ഏരിയ ഫോക്കസ് ചെയ്ത് ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ ലിപ്പിൻ്റെ ഇവിടെയൊക്കെ
കാരണം ഇവിടെ എല്ലാം വൈറ്റ് ഹെഡ്സ് ഒക്കെ ചില ആൾക്കാർക്ക് ഭയങ്കര കൂടുതലായിരിക്കും. അത് ചെയ്യുക. നോർമൽ സ്കിൻ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഡ്രൈ സ്കിന്നിന് ഒത്തിരി ഉണ്ടാവില്ല. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ ഹോം കെയർ ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷേ നമ്മളത് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ അതിനകത്ത് മിൽക്കിൻ്റെ കണ്ടൻറ്റോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ പാക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് ചെയ്യുന്നത് കൊണ്ടൊരു ഗുണം ഉണ്ടാവില്ല. വീണ്ടും നമ്മൾ സ്കിൻ ടെക്സ്ചർ ആ ഒരു ഓയിൽ ഇതിലേക്ക് തന്നെ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ 100% വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് മാത്രമേ നമ്മൾ ചെയ്യാവൂ. വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസർ, ജെല്ല്, മറ്റ് സ്ക്രബ് എല്ലാം തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. നമുക്കൊരു പാർലറോ ഒന്നും തന്നെ പോകേണ്ട ആവശ്യമില്ല. ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ സ്കിൻ ക്ലിയർ ആയിരിക്കും. ഒരു പാർലറിൻ്റെ ആവശ്യമില്ല, ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ കറക്റ്റായിട്ടുള്ള ക്ലെൻസർ എടുക്കുക. എപ്പോഴും ഓയിലിയാണ് സ്കിന്നെങ്കിൽ നിങ്ങൾ വാട്ടർ ബേസ്ഡ്, ഞാൻ വീണ്ടും പറയാം, എടുക്കുക. മോയ്സ്ചറൈസർ അതുപോലെ ആയിരിക്കണം, സൺസ്ക്രീൻ അതുപോലെ ആയിരിക്കണം, നൈറ്റ് എടുക്കേണ്ട നൈറ്റ് കെയർ എല്ലാം തന്നെ അതുപോലെ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോപ്പർ ഒരു സ്കിൻ കെയർ അറിയില്ല, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊന്നും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ 3 മാസത്തേക്ക് സ്കിൻ കെയർ ഗൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. പ്രൊഡക്റ്റ് നോളേജ് ഇല്ലാത്തവർക്ക്, എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിക്കണം എന്ന് അറിയാത്തവർക്ക്, സ്കിന്നിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുള്ളവർക്ക്, ഒരു ക്ലിയർ സ്കിൻ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു 3 months ഗൈഡൻസിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. അതിലേക്ക് മെസ്സേജ് ചെയ്യാം. 3 മാസത്തേക്ക് 5000 rupees നമുക്ക് ഫീസും വരുന്നുണ്ട്. അത് ഓക്കെ ആണെങ്കിൽ മാത്രം അതിലേക്ക് ജോയിൻ ചെയ്യുക. അതല്ലാത്തവർ ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. കറക്റ്റായിട്ട് സ്ക്രബ് കൊടുക്കുക. ആഴ്ചയിൽ 2 പ്രാവശ്യം സ്ക്രബ് ചെയ്യാം. അതുപോലെ 1 പ്രാവശ്യം നിങ്ങൾ സ്റ്റീം കൊടുക്കുക. ഇത് നമ്മൾ പ്രോപ്പറാക്കി കഴിഞ്ഞാൽ സൂപ്പർബായിരിക്കും. ക്ലെൻസർ മോർണിംഗ് ആൻഡ് ഈവനിങ് അപ്ലൈ ചെയ്യണം. ടോണർ യൂസ് ചെയ്യണം. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. എല്ലാം വാട്ടർ ബേസ്ഡ് ആൻഡ് ജെൽ ബേസ്ഡ് ആയിരിക്കണം. അപ്പോൾ ഈ രീതിയിൽ എന്തായാലും ഒരുപാട് മറ്റേ ബ്ലാക്ക് ഹെഡ്സ് ഉള്ളവർ ശ്രദ്ധിക്കുക. സ്റ്റീം കൊടുത്തിട്ട് നന്നായിട്ട് ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്ത് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് എല്ലാം തന്നെ കറക്റ്റായിട്ട് പുറത്ത് പോയിക്കോളൂ കേട്ടോ. അതിനുശേഷം ഫേസ് വാഷ് ചെയ്തിട്ട് നമുക്ക് ഫേസ് ക്ലിയർ ചെയ്തതിന് ശേഷം നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഫേസ് തുടയ്ക്കാനായിട്ട് നമ്മൾ ടവലിനേക്കാൾ ബെറ്റർ ഫേഷ്യൽ ടിഷ്യൂ വെച്ച് ഒന്ന് ഒപ്പിയെടുക്കുക വേണ്ടത്. ഇങ്ങനെ റഫായിട്ട് തുടയ്ക്കരുത് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത്. ആദ്യമായിട്ട് നമ്മളുടെ ചാനൽ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഒരുപാട് അറിവുകൾ, ഒരുപാട് നോളേജ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്